യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസാണ് മാധ്യമങ്ങളെ കണ്ടത്. കാഫിർ പരാമർശത്തിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നിയമപരമായി രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു നാടിനെ മുഴുവൻ കലാപത്തിലേക്ക് തള്ളിവിടാനാണ് CPIM ശ്രമം നടത്തിയത് എന്നും പി കെ ഫിറോസ് ആരോപിച്ചു. അതേസമയം വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നിയമ നടപടി തുടരുമെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. വിവാദത്തിന് പിന്നിൽ അടിമുടി CPIM പ്രവർത്തകരാണ്, എന്നാൽ അവരെ പ്രതികളാക്കുന്നില്ല. CPIMന് പങ്കുള്ളതുകൊണ്ടാണ് അന്വേഷണം വൈകുന്നതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. വിവാദമായ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് കണ്ടെത്തലിന് പിന്നാലെയാണ് ഷാഫിയുടെ പ്രതികരണം. മുഖം ഇല്ലാത്ത ആളുകളായതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞിരുന്നു. ഇപ്പം മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സജീവ അടിമുടി CPM പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട്. വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെടേണ്ട ആളുകളല്ലേ ഇവര്? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു? അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഇത് വ്യാജമാണെന്ന് ഇപ്പൊ എല്ലായിടത്തും തെളിഞ്ഞു. ആ തെളിഞ്ഞിട്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇതാരാണെന്ന് പറയാനുള്ള മടിയും അത് കണ്ടെത്താനുള്ള പോലീസിന്റെ മടിയും വ്യക്തമാക്കുന്നത് എന്താ? കൃത്യമായി CPM ബന്ധമുള്ള ആളുകൾ തന്നെയാണ്.